ഇത് കണ്ടു കഴിയുമ്പോഴേക്കും ഇത്രയും സിമ്പിളായിരുന്നോ കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പോകും. അത്രയും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാവ് ബാലൻസ് വന്നപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അവിടെ കലത്തപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഓട്ടട മാവിലേക്ക് കുറച്ച് നല്ല ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1.5 ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ അരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചരി വെച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഓട്ടട മാവൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 കപ്പ് അരിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ ചോറ് കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തൊന്ന് ചേർത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം സെയിം ഓയിലേക്ക് തന്നെ കുറച്ച് ചുവന്നുള്ളി കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒഴിച്ച് കൊടുത്ത് ഒരു 2-3 സെക്കൻഡ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൂടിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ അതേ രീതിയിൽ നിന്ന് അടച്ച് വെച്ച് കൊടുത്ത് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആരൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കലത്തപ്പം ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ മാവൊക്കെ ബാക്കിയുള്ള സമയങ്ങളിലും വൈകുന്നേരം ചായക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ള നമ്മുടെ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണിത്.